ഇല്ല ലീന, ഇനി മമ്മിയോട് എതിർത്തിട്ട് ഒരു കാര്യമില്ല. ഞാനെല്ലാം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് മാളുവിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോകുമെന്നാണ് നീ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഞാൻ എന്റെ മമ്മിയുടെ മുന്നിലാണ് തോൽക്കുന്നത്, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ നീ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? യെസ്, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു അലീന. അലീനയോട് എനിക്ക് പറയാനുള്ളത്... സോറി, നിനക്ക് എന്നോട് എന്താ പറയാനുള്ളതെന്ന് എനിക്ക് ഊഹിക്കാം. നമ്മൾ തമ്മിൽ പ്രണയമായിരുന്നു, ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആണ്, എനിക്കൊരു ഫാമിലി ഉണ്ട്, ദയവ് ചെയ്ത് നശിപ്പിക്കരുതെന്നൊക്കെ അല്ലേ? വേണ്ട മോനെ, അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് നീ നമ്മുടെ രണ്ടുപേരുടെ ടൈമും എനർജിയും വെറുതെ വേസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ജോബൻ, നീ കാണിക്കുന്നത് അട്ടർ ഫൂളിഷ്നെസ് ആണ്. ദാ ഇന്നു മുതൽ ജോബിൻ എന്ന ഹസ്ബൻഡിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് വിചാരിച്ചാ മതി. ഇപ്പൊ നീ അവളുടെ വീട്ടിൽ ചെന്ന് ക്ഷമ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ പോവല്ലേ? ചെല്ല്. ജീവിതത്തിൽ ഇനി ഒരിക്കലും അവളുടെ മുന്നിൽ നിനക്ക് ജയിക്കാൻ പറ്റില്ലെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. എന്താ ചാലഞ്ച് ചെയ്യുന്നുണ്ടോ നീ? അത് ഞാൻ ഒന്നിനുമില്ല അലീന, പ്ലീസ്. ഇനി നമ്മള് മുൻപരിചയമുള്ള നല്ല സുഹൃത്തുക്കൾ മാത്രമായിരിക്കും. അങ്ങനെ മാത്രമേ ആകാൻ പാടുള്ളൂ. അതിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു പോവാനാ ഞാൻ വന്നത്. നീ ഇപ്പൊ അവളെ വിളിക്കാൻ പോവാണോ? അതെ. ചെല്ല്, പോയി വിളിക്ക. ഓൾ ദി വെരി ബെസ്റ്റ്. നിന്നെ പോലൊരുത്തന്നെ വീണ്ടും സ്നേഹിച്ച് ഇങ്ങനെ പിന്നാലെ നടക്കുന്നതില് എനിക്കിപ്പോ ലജ്ജ തോന്നുന്നുണ്ട്. പോയൊരു ഹെൻപെക്ഡ് ഹസ്ബൻഡായി നീനാൾ വാഴ. ചെല്ല്, ചെല്ലാൻ. എന്താ ഡോക്ടറെ, ഒരു രാത്രിയിൽ ഭാര്യ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയ പോക്കാണല്ലോ. പിന്നെ അവള് ചത്തോ ജീവിച്ചിരിക്കുന്നോ എന്ന് അന്വേഷിക്കാൻ പോലും അവിടുന്ന് ആരും ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണോ നാട്ടു നടപ്പ്? ഏത് സാഹചര്യത്തിലാണ് മാളുവിനോട് ആക്കേണ്ടി വന്നതെന്ന് മുത്തശ്ശിക്കും അറിയായിരിക്കുമല്ലോ അല്ലേ? ആ, സാഹചര്യത്തിന്റെ കണക്കൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ഒരു കുടുംബജീവിതം ആവുമ്പോൾ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യപ്പണക്കങ്ങളും ഒക്കെ പതിവാ. പക്ഷെ അതിന്റെ പേരിൽ ഭാര്യ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് കുടുംബക്കാർക്ക് ചേർന്ന പണിയല്ല. ആ, എന്താ ഇവിടെ തന്നെ നിന്നത്? വാ ജോബിൻ, അകത്തേക്കിരിക്കാം. എന്താ, എന്തു പറ്റി? ഞാൻ വന്നത് മുത്തശ്ശിക്ക് അത്ര ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. എന്നാരു പറഞ്ഞു? അമ്മ അമ്മയുടെ സങ്കടം കൊണ്ടെന്തെങ്കിലും പറഞ്ഞു പോയതായിരിക്കും. ജോബിൻ അതൊന്നും കാര്യമാക്കണ്ട. വരുന്നേ. ഡോക്ടർ വന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. ജോബിനകത്തേക്ക് വരൂ. ഇരിക്കെ. ഞാൻ മാളുവിനോട് സംസാരിച്ചു. അവള് പറഞ്ഞത് വെച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോഴും മനസ്സിലാവാത്ത ചിലതുണ്ട് ജോബിൻ. മാളുവിനെയും ജോബിനെയും കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നെങ്കിലും നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. പരസ്പരം അത്രയ്ക്ക് മനസ്സിലാക്കിയ രണ്ടുപേരാണ് നിങ്ങളെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. ഇനിയിപ്പോ വന്നതും പോയതും ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്താ ഡോക്ടർ ഈ വരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഉണ്ടായ തെറ്റിദ്ധാരണകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ അതിനു മുമ്പ് മാളുവിനോട് എനിക്കൊന്ന് സംസാരിക്കണം. മാളു ഇവിടെ ഇല്ലേ? മാളു കുറച്ചു മുമ്പ് അപ്പുവിനെ കാണാൻ ഇറങ്ങിയതാ. അവിടെ ഉണ്ടാവും. എന്നാ നീ വേഗം അവളെ വിളിച്ചിങ്ങോട്ട് വരാൻ പറ. ആ, പറയാം. ജോബിൻ വന്നല്ലേ ഉള്ളൂ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ധൃതിയില്ല ആന്റി,
ഞാൻ മാളുവിന്റെ റൂമിലുണ്ടാവും. ഇപ്പൊ കണ്ടോ അശ്വതി, നമ്മുടെ കൊച്ചു വാശി പിടിച്ചിരുന്നതിന്റെ ഗുണം. അവനിങ്ങ് തൻ പാട്ടി വന്നില്ലേ? അതെ, പറയാനുള്ളതെല്ലാം പറഞ്ഞു വരുതിയിലാക്കിയിട്ട് വേണം കൊച്ചിനെ അവന്റെ കൂടെ വിടാൻ. ആദ്യം അവര് തമ്മിലൊന്ന് സംസാരിക്കട്ടെ അമ്മേ, എന്നിട്ട് മതി എന്താന്ന് വെച്ചാ. ഞാൻ ജോബിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് മാളുവിനെ വിളിക്കാം. ടിപ്പറിന്റെ ഡ്രൈവർ കുറ്റം സമ്മതിച്ചു എന്നാണോ നന്ദൻ സാർ പറഞ്ഞത്? പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടില്ല. പക്ഷേ ചോദ്യം ചെയ്യലിൽ അത് സമ്മതിക്കാതിരിക്കാൻ അയാൾക്ക് കഴിയില്ലെന്ന് നന്ദൻ സാർ തറപ്പിച്ച് പറയുന്നത്. ഡ്രൈവറുടെയും അയാൾ ആ സമയത്ത് വിളിച്ച ആളുടെയും ഫോൺ കോള് റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫിലിപ്പോസിന്റെ ഇൻവോൾവ്മെന്റ് തെളിയുന്നുള്ള കോൺഫിഡൻസില്ല സാർ. അതിനു മുമ്പ് തന്നെ ഫിലിപ്പോസിനെ ഡ്രൈവറുടെ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അയാള് തന്നെ അതിന്റെ പിന്നിലെന്ന് ഉറപ്പാണോ? ഇനിയും നിനക്ക് അക്കാര്യത്തിൽ സംശയമുണ്ടോ മാളു? ഈ അപകടം നടന്നതിന്റെ പിറ്റേന്ന് തന്നെ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റൽ ആതിരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ ഞാൻ അതേപ്പറ്റിയൊന്നും കൂടുതൽ ആലോചിച്ചില്ലെന്നുള്ളതാ സത്യം. പിന്നെ അതിനെപ്പറ്റി ഞാൻ സീരിയസ് ആയി ആലോചിക്കുന്നത് അയാൾ നമ്മളെ രണ്ടുപേരും കണ്ട് സംസാരിച്ചപ്പോഴാണ്. ഒടുവിൽ നിന്റെ വീട്ടിൽ വന്ന് ഭീഷണി മുഴുക്കിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി ഇതയാൾ നന്ദൻ സാറിന് വേണ്ടി ഒരുക്കിയ കെണിയാണെന്ന്. അല്ലെങ്കിൽ സാർ കോടതിയിൽ എത്തുമെന്നും സാംകുട്ടിയുടെയും അരുണിന്റെയും ജാമ്യം നടക്കില്ലെന്നും അയാൾക്ക് ഉറപ്പായിരുന്നു. ഇങ്ങനൊരു അന്വേഷണവും നീക്കങ്ങളും നടക്കുന്നുണ്ടെന്ന് ഫിലിപ്പോസ് അറിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോ? നന്ദൻ സാറിനുള്ള ആക്സസ് പോലെ അയാൾക്കും സ്റ്റേഷനിലെ കാര്യങ്ങൾ അറിയാനുള്ള നെറ്റ്വർക്ക് ഉണ്ടാവും. പക്ഷെ എത്രയൊക്കെ സ്വാധീനം ചെലുത്തിയാലും അയാൾക്ക് ഇത്തവണ രക്ഷപ്പെടാനാവില്ല മാളു. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മിനിസ്ട്രി ലെവലിലെ കാര്യങ്ങൾ നീക്കാനായതുകൊണ്ട് മാത്രമല്ല, അയാളായിട്ട് തല്ലിക്കൊഴിച്ചൊരു പാവം പെൺകുട്ടിയുടെ ആത്മാവിന്റെ ശാപവും അയാളെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്തു കൂട്ടിയതിനൊക്കെ അയാൾക്ക് ഈ മണ്ണിൽ തന്നെ പിഴ കൊടുക്കേണ്ടി വരും. പിടിയിലാവുന്ന ഉറപ്പായ അയാൾ നമ്മളോടൊക്കെ പകരം വീട്ടാതിരിക്കില്ല. നന്ദൻ സാറിനോടൊന്ന് കരുതിയിരിക്കാൻ പറയണം. സാറിനും എനിക്കൊക്കെ ഇനി എന്ത് നഷ്ടപ്പെടാനാവുള്ളൂ. പിന്നെ നിന്റെ മുരളി എങ്ങളുടെയും കാര്യം നീ പേടിക്കണ്ട. അയാൾ നിങ്ങളെ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ജയിലിൽ കിടന്ന അനുഭവം ഉള്ളതുകൊണ്ട് പൊതുവെ ഭീരുക്കളായ അരുണും സാംകുട്ടിയൊന്നും അപ്പനടുത്ത റിസ്ക് ആവർത്തിക്കാനുള്ള ധൈര്യം കാണിക്കുകയില്ല. ആരമാളു? അമ്മയാ. ഹലോ മാളു, നീ എവിടെയാ? അപ്പുവിന്റെ അടുത്താണോ? അതെ അമ്മേ. നീ വേഗം ഒന്ന് ഇങ്ങോട്ട് വാ. എന്താ അമ്മേ കാര്യം? അതൊക്കെ പിന്നെ പറയാം. നീ വേഗം ഇങ്ങോട്ട് വാ. കാര്യം എന്താന്ന് പറയാമേ? അത് ജോബിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നീ വരില്ലേ ഇപ്പോ? ഡോക്ടർ തനിച്ചാണോ വന്നത്? അതെ, നിന്നെ വെയിറ്റ് ചെയ്യുക. വേഗം വാ മാളു. എന്താ മാളു, ജോബ് ഡോക്ടർ വന്ന അവിടെ? ഉം. അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻസ്ഡ് ആവുന്നത്? ഡോക്ടർക്ക് ഈ ഇഷ്യൂ സെറ്റിൽ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ വന്നേ. അല്ല, ഡോക്ടറോട് നീ എന്താ പറയാൻ പോകുന്നത്? എനിക്കറിയില്ല അപ്പോ ആ മീറ്റിംഗ് എങ്ങനെയായി തീരുന്ന. നീ ടെൻഷൻ ആവണ്ട. രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്ക. ഈ പ്രശ്നം ഇന്നത്തോടെ സോൾവ് ആവണം മാളു. കഴിയുമെങ്കിൽ നീ ഡോക്ടർക്കൊപ്പം തിരിച്ചു പോവാൻ വേണം. ചെല്ല്, എല്ലാം ശരിയാവും. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞാനല്ലേ പറയുന്നേ. ബാ. രണ്ടാളും കുറച്ചു നേരം ആയല്ലോ കഥ പറിച്ച് തുടങ്ങിയിട്ട്. ജോബിന്റെ കാര്യം തന്നെയാണോ ഡിസ്കസ് ചെയ്യുന്നത്? അശ്വതി വിളിക്കുമ്പോഴൊക്കെ സങ്കടം പറച്ചിൽ തന്നെയാ. ഇക്കാര്യം ചോദിക്കുമ്പോഴൊക്കെ മാള് ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെന്ന്. പിണക്കങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ നമ്മൾ മുതിർന്നവരെ ഇടപെടുന്നതാവും നല്ലത്. ഇപ്പം ഇറങ്ങി വരുമ്പോൾ താൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്ക്. പറ്റിയ ഞാനും കൂടെ. ഒരു കോംപ്രമൈസ് ടോക്കാണെന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ വേണം നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ. ആ, മാളു ഇറങ്ങാണോ? ചായ കുടിച്ചിട്ട് പോകുമോളെ, ഞാൻ മുകളിൽ കൊണ്ടുവരായിരിക്കായിരുന്നു. ഇപ്പൊ വേണ്ട ആന്റി, വേഗം ചെല്ലണമെന്ന് പറഞ്ഞ അമ്മ വിളിച്ചിട്ടുണ്ട്. എന്തു പറ്റി? അതെ,
നമ്മുടെ ഡോക്ടർ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അത് പറയാൻ ആന്റി വിളിച്ച്. ആണോ മോളെ? ജോബിൻ എത്തിയോ? നന്നായി. അതെ മാളു, നിന്നോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയിപ്പോ എന്തിനാ ഗീത അതൊക്കെ സംസാരിച്ച് വെറുതെ സമയം കളയുന്നു? ജോബിൻ വന്നല്ലോ, ഇനി അവര് തമ്മിൽ സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കട്ടെ, അല്ലേ മോളെ? നീ അപ്പൂനെ നോക്കണ്ട. നീയും ഡോക്ടറും തമ്മിൽ പിണങ്ങിയിട്ട് എവിടേക്ക് വന്നതെന്ന് അപ്പു പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അറിയും. അതിന്റെ കാര്യം എന്താണെന്നൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പിണങ്ങി ഇറങ്ങി പോരാൻ രണ്ടുപേരും ഇപ്പോഴും നഴ്സറി കുട്ടികളാണെന്നോ വിചാരം? നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാളൂ ഈ പ്രായത്തിൽ നിങ്ങൾ തമ്മിലുള്ളത്? ഇങ്ങനെ പിണങ്ങിയും പിരിഞ്ഞും പാഴാക്കുന്ന സമയമൊന്നും ജീവിതത്തിൽ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല മോളെ. അത് ഓർമ്മ വേണം രണ്ടാക്കും. മതിയടോ, ഇനി ഉപദേശിച്ച് താനിവിടെ കൂടുതൽ കൺഫ്യൂഷനാക്കണ്ട. ഇനിയിപ്പോ അവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ല മോളെ? അല്ലെങ്കിൽ തന്നെ ഇടയ്ക്ക് ഇതുപോലുള്ള ചില സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഇല്ലെങ്കിൽ ലൈഫ് ഭയങ്കര ബോറായി പോവില്ലേ? ഏറിയാൽ 1 മണിക്കൂർ, അങ്ങേയറ്റം പോയ 1 ദിവസം. അതിനപ്പുറം ഒരു പിണക്കവും നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഏത് റിലേഷനും ഹെൽത്തി ആയിരിക്കും. അത് ശരി. ഉപദേശം ഇപ്പൊ വിപിയുടെ വകയായോ? അതെ, ഇവക്കിപ്പോ ഒരു പ്രശ്നവുമില്ല. എല്ലാ പ്രോബ്ലം പറഞ്ഞു തീർത്ത് ഇവളിന്ന് ഡോക്ടർ സാറിനൊപ്പം പോയിരിക്കും. അതുകൊണ്ട് രണ്ടുപേരും കൂടി സമയം കൊല്ലാതെ ഈ കൊച്ചിനെ വേഗം പറഞ്ഞുവിടാൻ നോക്ക്. അതെ മാളു, നീ വേഗം പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ നിന്റെ ഡോക്ടർ അവിടെ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് ആവും. ഞാൻ ഇറങ്ങും അങ്കിൾ. ആന്റി പോയിട്ട് വരാം. ശരി, പോയിട്ട് വാ മാളു. അപ്പോ അങ്കിളാനിയും പറഞ്ഞൊന്നും മറക്കണ്ട കേട്ടോ. എല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ തന്നെയാണോ ജോബിൻ വന്നത്? അറിയില്ല, കോംപ്രമൈസ് ചെയ്യാൻ തന്നെയാവും ഡോക്ടറുടെ വരവ്. ചിലപ്പോ മാളുവിനൊപ്പം കൂട്ടും ചെയ്യുമായിരിക്കും. മാളുവിന് മടങ്ങിപ്പോ ആഗ്രഹമുണ്ടല്ലോ അല്ലേ? ഉണ്ടാവും, അല്ലെങ്കിൽ അവളിപ്പോ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടില്ലല്ലോ. ഈശ്വര, എല്ലാം കലങ്ങി തെളിഞ്ഞാ മതിയായിരുന്നു. മോളെ, ഡോക്ടർ വന്നിട്ടുണ്ട്. നിന്റെ മുറിയിൽ വെയിറ്റ് ചെയ്യ. മാളു, അന്ന് ടീച്ചർ വിളിച്ചപ്പോൾ ഉള്ള പോലെ നീ ഉദാസീനത മട്ട് കാണിക്കരുത്. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് രമ്യമായി പരിഹരിക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. അത് മറക്കരുത്. എന്നുവെച്ച് നീ അങ്ങനെ താഴ്ന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ. നിനക്ക് പറയാനുള്ളതല്ല അക്ക വിട്ട് പറയണം. ഡോക്ടറും ആ ലേഡി ഡോക്ടറും തമ്മിലുള്ള കൂട്ടുകെട്ട് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അതും വേണ്ടെന്ന് വെക്കാൻ പറയണം. അമ്മ എന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവളെ പിരികേറ്റണ്ട. അശ്വതി, അവളുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ ഈശ്വരനായിട്ടൊരവസരം കൊണ്ടുവന്നിരിക്കുക. പറയാനുള്ളതൊക്കെ അന്നേരം പറയാതെ പിന്നെ എപ്പോ പറയാനാ? അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഒക്കെ ശരി തന്നെയാ, ഞാനും സമ്മതിക്കുന്നു. പക്ഷെ പറഞ്ഞു വല്ലാതെ കാട് കയറാൻ നിൽക്കണ്ട. ചെയ്തത് തെറ്റാന്ന് ജോബിന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ജോബിനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് അയാൾ തയ്യാറാവുമ്പോൾ തിരിച്ച് നമ്മളും ചിലതൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതാ എല്ലാവർക്കും നല്ലത്. അപ്പോ എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്, അല്ലാതെ എന്റെ നന്മ മാത്രം ഉദ്ദേശിച്ചല്ല, അല്ലേ അമ്മേ? ഞാൻ പോവാം, ഡോക്ടറെ കണ്ട് സംസാരിക്കാം. പക്ഷേ ഡോക്ടർ എന്നോട് കാണിക്കുന്ന ഒരു ഔദാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്താ എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. നീ വിഷമിക്കണ്ട. അവക്ക് പറയാനുള്ളത് അവള് പറയട്ടെ. അതിൽ ന്യായം ഉണ്ടെന്ന് ഡോക്ടർക്ക് തോന്നണമല്ലോ. അല്ലാതെ നമ്മൾ മാത്രം താഴ്ന്നു കൊടുത്താൽ ഇതൊരു തുടർക്കഥയാവും. എന്നും ഈ വിഷയം ഇങ്ങനെ നീറിയും പോഞ്ഞും കിടക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത്.
ഡോക്ടർ, ആ എത്തിയോ? സോറി, ഞാൻ നമ്മുടെ വെഡിങ് റിസപ്ഷന്റെ ഫോട്ടോസ് കണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ കോമഡി ആയിരുന്നല്ലേ. ഐ മീൻ, അമ്പലത്തിനകത്ത് വെച്ച് താലികെട്ട് നടത്താൻ പറ്റുമോ? ആൾക്കാരതിന് സമ്മതിക്കോ? ഒടുവിൽ അതെല്ലാം കഴിഞ്ഞ് ചെറുക്കൻ പെണ്ണിന്റെ കഴുത്തിൽ താലികെട്ടാറായപ്പോഴേക്കും പെണ്ണിന്റെ മുത്തച്ഛി തല കറങ്ങി താഴെ വീഴുന്നു. അങ്ങനെ ഓർക്കാൻ കുറേയേറെ സംഭവങ്ങളുണ്ടായിരുന്നു അല്ലേടോ? എന്തുപറ്റി? എന്താ തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അല്ല, എന്താ ഇപ്പൊ പ്രത്യേകിച്ച് ആ ദിവസത്തെക്കുറിച്ച് ഓർക്കാമെന്ന് ആലോചിച്ചതാ. അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. തന്നെ വെയിറ്റ് ചെയ്തിരുന്ന കൂട്ടത്തിൽ വെറുതെ ഫോണിലെ ആൽബംസ് ഒക്കെ ഒന്നെടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. അന്ന് നമ്മൾ അനുഭവിച്ച ടെൻഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടതായിരുന്നില്ല. ശരിയാണ്. വിവാഹത്തിന് മുൻപ് നമുക്കിടയിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. സ്വന്തം ആദർശത്തിന്റെ പേരിൽ ഡോക്ടർ ഒരു നിലപാടെടുത്തപ്പോ അന്ന് അതിനെക്കുറിച്ച് ഡോക്ടർ എന്നോട് പറഞ്ഞത് പിന്നീട് ഒരിക്കലും ഇതേ ചൊല്ലി നമ്മൾ വഴക്കുണ്ടാക്കാതിരിക്കാനും എന്റെ കണ്ണ് നിറയ്ക്കാതിരിക്കാനും വേണ്ടിയാന്നാ. പക്ഷെ നോക്ക്, അന്ന് അത്രയും മുൻകരുതൽ എടുത്തിട്ടും നമുക്ക് പിണങ്ങും സങ്കടപ്പെടുകയൊക്കെ വേണ്ടി വന്നു. മുൻകരുതലുകൾ കൊണ്ട് ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരർത്ഥത്തിൽ താൻ പറഞ്ഞത് ശരിയാ. നമ്മൾ എത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയാലും ലൈഫിൽ ചിലപ്പോഴൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്തത് തന്നെ സംഭവിക്കും. അതിൽ പതറാതെ ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ മിടുക്ക്. എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ക്ഷമ കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തെ ഈഗോ കാരണം എനിക്കതിന് സാധിച്ചില്ല. ഐ എം സോറി മാളു, എക്സ്ട്രീംലി സോറി. ഡോക്ടർ പ്ലീസ്, നമുക്കിടയിൽ ഒരു സോറി പറച്ചിലിന്റെ ആവശ്യമില്ല. തെറ്റുകൾ എന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഡോക്ടർ അലീനയോടുള്ള സൗഹൃദത്തിന്റെ പേരിലായിരുന്നില്ല. എനിക്കറിയാം, അലീനയും തന്നെയും ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച തെറ്റ് തന്നെയാണ്. അതിനാ ഞാൻ തന്നോട് സോറി പറഞ്ഞത്. അലീന അന്ന് എന്നോടൊരു സഹായം ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യയോട് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറയാൻ എന്നിലെ ഈഗോ അനുവദിച്ചില്ല. ആ കാശ് ജോയിന്റ് അക്കൗണ്ടിൽ നിന്നായതുകൊണ്ട് താനത് അറിയുമെന്നും എന്നോട് ചോദിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. അപ്പൊ കാര്യം എന്താണെന്ന് പറയാമെന്ന് വിചാരിച്ചു. താൻ സംശയിക്കുന്നത് പോലെ തന്നെ മറിച്ച് എനിക്ക് അലീനയെ സഹായിക്കണമായിരുന്നെങ്കിൽ ആ കാശ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഡോക്ടർ ആ സ്ത്രീക്ക് പണം നൽകിയതിലും സഹായിച്ചതിലൊന്നും എനിക്ക് പരാതിയില്ലായിരുന്നു. പക്ഷെ അതേക്കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ പോലും മനസ്സിൽ ചിന്തിക്കാത്ത രീതിയിൽ ഡോക്ടർ അത് പ്രസന്റ് ചെയ്തു. അതെന്നെ വേദനിപ്പിച്ചത്. ശരിയാണ്, അതെന്നിലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മറയ്ക്കാൻ ഒരുപക്ഷെ എനിക്ക് അപ്പം തോന്നിയതായിരിക്കും. താൻ പിണങ്ങി ഇറങ്ങിയതിന് ശേഷം എൻ്റെ ഡേസി ടീച്ചർ എന്നോട് മിണ്ടിയിട്ടില്ല. ഒരിക്കലും നമ്മൾ തമ്മിൽ ഇത്രയും സീരിയസ് ആയ ഒരു ഇഷ്യൂ ഉണ്ടാവുമെന്ന് മമ്മി പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ തിരിച്ചു വരാതെ എന്നോട് മിണ്ടില്ലെന്ന് വാശി പിടിച്ച് നിൽക്കാ ടീച്ചർ. ഇന്ന് ഇറങ്ങുമ്പോഴും പറഞ്ഞു, തിരിച്ച് ആ വീട്ടിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ എൻ്റെ കൂടെ താനും ഉണ്ടാവണമെന്ന്. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മാളു മറക്കുകയും ക്ഷമിക്കുകയും വേണം. ഞാൻ മാളുവിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് വന്നത്. എന്താടോ, ഇപ്പോഴും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലെന്നാണോ? ഞാനിനി എങ്ങനെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടത്? എത്ര വട്ടം സോറി പറഞ്ഞാലാ തനിക്ക്? ഡോക്ടർ പ്ലീസ്, ഇനി അങ്ങനെ എന്നോട് പറയരുത്. ഞാൻ വരാം. ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനൊരു വഴക്കുണ്ടാവില്ലെന്ന് സ്വയം വിശ്വസിച്ച് തന്നെ ഒപ്പം വരാൻ ഞാൻ തയ്യാറാ. ബാഗ് എടുക്കാൻ ഞാൻ സഹായിക്കണോ? വേണ്ട, ഡോക്ടർ ഇറങ്ങിക്കോ, ഞാൻ വന്നോളാം. ഉം.